നമസ്കാരം. പാലക്കാട് വീണ്ടും ഡെങ്കിപ്പനി മരണം. പാലക്കാട് കരിമ്പുഴ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജോ മോഹനാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനി ബാധിച്ച് മൂന്നാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം കരിമ്പുഴയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 62കാരി മരിച്ചിരുന്നു. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ചന്ദ്രാപിന്നിയിൽ ശക്തമായ ഇടിമിന്നലിൽ പശുവും പശുക്കുട്ടിയും ചത്തു. മിന്നലാഘാതത്തിൽ മറ്റൊരു പശു കുഴഞ്ഞു വീണെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ ജീവൻ രക്ഷിക്കാനായി. കൊടകരയിൽ ഷിഗല്ല രോഗബാധയെ തുടർന്ന് 43കാരൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം. രോഗവ്യാപനം തടയുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമായി വിവിധ തീരുമാനങ്ങൾ. കയ്പമംഗലത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൊമ്മാന പുതുമ്പുച്ചിറ പാടത്ത് വയോധികൻ ആണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ചന്ദ്രാപിന്നിയിൽ ശക്തമായ ഇടിമിന്നലിൽ പശുവും പശുക്കുട്ടിയും ചത്തു. മിന്നലാഘാതത്തിൽ മറ്റൊരു പശു കുഴഞ്ഞു വീണെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ ജീവൻ രക്ഷിക്കാനായി. 25 വർഷത്തിലേറെയായി ക്ഷീരകൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബത്തിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നത്. ചന്ദ്രാപിന്നി ഹൈസ്കൂളിന് കിഴക്ക് സുഗതൻ റോഡ് സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ സുധീർ വളർത്തിയിരുന്ന ഒരു പശുവും ഒരു പശുക്കുട്ടിയും ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ചത്തു. രാവിലെ 6:30ഓടെയായിരുന്നു സംഭവം. പാൽ കറക്കുന്നതിനായി തൊഴുത്തിൽ നിന്ന് പശുക്കളെ പുറത്തിറക്കി വീട്ടുമുറ്റത്ത് കെട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രദേശത്ത് ശക്തമായ ഇടിമിന്നൽ ഉണ്ടായത്. മിന്നലാഘാതത്തിൽ പശുവും പശുക്കുട്ടിയും സംഭവ സ്ഥലത്ത് തന്നെ ചത്തതായി ഉടമ സുധീർ അറിയിച്ചു. കാലത്ത് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. തൊഴുത്തിലായിരുന്നു. തൊഴുത്തിൽ നിന്ന് അഴിച്ച് കെട്ടി പുറത്തേക്ക് വന്നു. പശുവിനെ കറക്കാൻ പശുവിൻ്റെ ഇരത്ത് നിൽക്കണു. 2 പശുക്കളുണ്ടായിരുന്നു. രണ്ടാളും കുഴഞ്ഞു വീണു. പക്ഷേ ഒരാൾക്ക് സംഭവിച്ചു. അവരെ 2 തട്ടി ഞാൻ. പക്ഷേ ഇയാൾ വീണു. പിന്നെ എനിക്കില്ല. മറ്റാൾ പെട്ടെന്ന് എനിറ്റു. കുട്ടിയും ഇതിൻ്റെ കുട്ടിയുണ്ട്. ഒരു 5 മാസമായ ആ കുട്ടിക്ക് സംഭവിച്ചു. കുട്ടിയും പോയി. അങ്ങനെ ഉണ്ടായ സംഭവം. സംഭവ സമയത്ത് സമീപത്തുണ്ടായിരുന്ന സുധീർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മറ്റൊരു പശുവും മിന്നലാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ ജീവൻ രക്ഷിക്കാനായി. വിവരമറിഞ്ഞെത്തിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഏകദേശം 25 വർഷമായി പശു വളർത്തൽ മേഖലയിലുള്ള സുധീറിന്റെ പ്രധാന ഉപജീവന മാർഗങ്ങളിലൊന്നാണ് ക്ഷീരകൃഷി. നിലവിൽ 4 പശുക്കളും 2 പശുക്കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു പശുവിനെയും ഒരു പശുക്കുട്ടിയെയും നഷ്ടമായത് കുടുംബത്തിന് വലിയ സാമ്പത്തിക തിരിച്ചടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. ദുരന്തത്തിൽ ഉണ്ടായ നഷ്ടത്തിന് അർഹമായ നഷ്ടപരിഹാരവും മറ്റ് സർക്കാർ സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. ബന്ധപ്പെട്ട വെറ്റിനറി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വില്ലേജ് കൃഷിഭവൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ ഉപജീവനമാർഗമായിട്ടുള്ള പശുക്കൾക്ക് വീണ്ടും ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും എല്ലാം ഉണ്ടാകുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ട് ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ആണ് എനിക്കിതിനെപ്പറ്റി. അതേസമയം തൊട്ടടുത്ത പ്രദേശമായ അലുവ തെരുവിലും ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായി. മാണിയത്ത് അബ്ദുള്ളയുടെ വീട്ടിൽ മിന്നലാഘാതത്തെ തുടർന്ന് വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. കൊടകരയിൽ ഷിഗല്ല രോഗബാധയെ തുടർന്ന് 43കാരൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗവ്യാപനം തടയുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമായി വിവിധ തീരുമാനങ്ങളാണ് യോഗം കൈക്കൊണ്ടത്. കൊടകര ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, ICDS പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഷിഗല്ല രോഗവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട വിവിധ പ്രതിരോധ നടപടികളും പൊതുജനങ്ങൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളും യോഗം ചർച്ച ചെയ്തു. രോഗത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ ശക്തമാക്കാനും തീരുമാനമായി. കഴിഞ്ഞ ശനിയാഴ്ച വയറുവേദനയെ തുടർന്ന് കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മാപ്രാണം സ്വദേശി ചെമ്പോത്തുപറമ്പിൽ അബ്ദുൾ ജമാൽ നിയാസ് എന്ന 43കാരൻ ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു. കൊടകര കുഴിക്കാണിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന നിയാസിനെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വൈകിട്ട് 6 മണിയോടെ മരണം സംഭവിച്ചു.
അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും തുടർന്നുള്ള പരിശോധനയിലാണ് ഷിഗല്ല രോഗബാധയാണ് മരണകാരണമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. മീഡിയ ടൈം, കൊടകര. കയ്പമംഗലത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും പ്രതികരണം ഇല്ലാത്തതിനെ തുടർന്ന് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഷാജു മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. തൊമ്മാന പൊതുമ്പുച്ചിറ പാടത്ത് വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുല്ലൂർ ഊരകം സ്വദേശി തട്ടിൽ 79 വയസ്സുള്ള അന്തോണിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. മൃതദേഹം ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ആശുപത്രിയിൽ മോർച്ചറിയിൽ. ഷിഗല്ല രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷയും വ്യക്തിശുചിത്വവും ഉറപ്പാക്കുന്നതിലൂടെ രോഗവ്യാപനം തടയേണ്ടതിന്റെ പ്രാധാന്യമാണ് ക്ലാസിൽ വിശദീകരിച്ചത്. മാള ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, സ്ഥിരം സമിതി അധ്യക്ഷരായ TK ജിനേഷ്, ജോഷി കാഞ്ഞുത്തറ, ജിജി ജോയ് എന്നിവർ പങ്കെടുത്തു. മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചത്. കേട്ടിട്ടുണ്ടോന്നാണ് ചോദ്യം. ഷിഗല്ല ഉള്ളവർ ഇപ്പോഴാണ് കുറച്ച് നാളായിട്ട് നമ്മുടെ കേസിൽ വന്ന് കണ്ടിട്ട് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ? കുറവാണ്. ഷിഗല്ല പണ്ട് മുതലേ ഉള്ള ഒരു അസുഖമാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരമാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആകെ 60 കേസ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇന്ന് ഇതുവരെ ഇപ്പോൾ നമ്മൾ ജൂൺ മാസം പകുതി ആയിട്ടുള്ളൂ. ഈ വർഷത്തിൻ്റെ പകുതി വരെ ഏകദേശം ഒരു മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ ഒരു 100ൻ്റെ അടുത്ത് കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. 100 എത്ര കറക്റ്റ് അറിയില്ല. അതോടൊപ്പം തന്നെ കുറച്ച് ഒരു 100ൻ്റെ അടുത്ത് കേസ് സംശയം ഷിഗല്ലയാണോ എന്ന് സംശയത്തിലിരിക്കുന്ന കേസുകളുണ്ട്. വയനാടൊക്കെ ഒരു സ്കൂള് മൊത്തത്തിൽ തന്നെ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ വയറിളക്ക രോഗങ്ങൾ വന്നിട്ട് അത് ഷിഗല്ലയാണോ എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിയിലാണ്. പക്ഷേ കുട്ടികൾക്ക് ഇപ്പോൾ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ അടുത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ പേടിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് വരുമ്പോഴാണ് നമുക്ക് പേടി വരുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത് കൊടകരയിൽ ഈ കഴിഞ്ഞ ആഴ്ച ഒരു 43 വയസ്സുള്ള ആളാണ് തോന്നുന്നുണ്ട്, ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ഭാഗത്താണ് തോന്നുന്നുണ്ട് 7 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് ഷിഗല്ല ബാധിച്ച്. അപ്പോൾ ഷിഗല്ല എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു അസുഖമാണ്. അത് നമ്മുടെ നാട്ടിൽ ഇത്ര വ്യാപകമായി എന്നുള്ളതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളത് നേരത്തെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും മരണങ്ങൾ നടക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമൊന്നുമില്ല. ഷിഗല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ഭക്ഷണപാനീയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ശുചിത്വ മാനദണ്ഡങ്ങൾ, കുടിവെള്ള സുരക്ഷ, വ്യക്തിശുചിത്വം, രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് വ്യാപാരികൾക്ക് വിശദീകരിച്ച് നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK ബാബു, ലിൻസി ജിജു, രേഖ പ്രജോദ്, കവിത സുഭാഷ്, ജിഷ ജോഫി, TP ബാലകൃഷ്ണൻ, സെമി ഭൂപേഷ്, MS അശ്വതി, PR ജനീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുമേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ഷിഗല്ല രോഗവ്യാപനം തടയാൻ പൊതുസമൂഹത്തിന്റെ സഹകരണവും ശുചിത്വ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നതും അനിവാര്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, മാള. CPIMന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സംയോജിത കൃഷി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊടകര ഏരിയയിലെ നെല്ലായി പന്തല്ലൂരിൽ നടന്നു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കാർഷികോൽപാദന മേഖലയിലേക്ക് കടക്കുന്ന അങ്ങനെ അതന്ന് കേരളത്തിൽ നിലനിന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി അന്ന് ഒരു ചോദ്യം കേരളീയ സമൂഹത്തിന് മുമ്പാകെ ഉന്നയിച്ചത്. കാരണം നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന പച്ചക്കറിയും കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടേക്ക് വരാതായാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്ന ചോദ്യം അത് നമ്മൾ ഏറ്റെടുക്കുകയും എനിക്ക് തോന്നുന്നു ആ ഘട്ടത്തിലാണ് നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ ഏറ്റവും നല്ല ഇടപെടൽ പാർട്ടി എന്ന നിലയിൽ ഈ മേഖലയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞത്. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സംയോജിത കൃഷി സാങ്കേതിക സമിതിയുടെ ജില്ലാ ചെയർമാൻ M ബാലാജി മുഖ്യാതിഥിയായി. CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, ജില്ലാ സാങ്കേതിക സമിതി കൺവീനർ K രാകേഷ് എന്നിവരുൾപ്പെടെ വിവിധ നേതാക്കളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. വിഷരഹിത പച്ചക്കറി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി CPIM അന്നമനട ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഏതായാലും അതിനൊക്കെ തന്നെ ഘടകവിരുദ്ധമായി പോകുന്നൊരു സന്ദർഭത്തിലാണ്
അണ്ണാറക്കണ്ണനും തന്നാലായത്. ഇതിപ്പോൾ കർഷക സംഘം പറഞ്ഞുകൊണ്ടൊന്നും എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ. ട്രൈ ആൻഡ് ട്രൈ അഗൈൻ യു വിൽ ഇംപ്രൂവ് എന്ന് പറയും. നിങ്ങൾ ഇടപെടൂ, നിങ്ങൾ നന്നായി ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഇംഗ്ലീഷിലെ വാചകം പോലെ നമുക്ക് കുറേ കാലമായി നമ്മളും ചെയ്യുകയാണ്. ഇപ്പോൾ 2020 മാതൃഭൂമി പത്രം ഒരു എഡിറ്റോറിയൽ എഴുതി. ആ എഡിറ്റോറിയൽ പറയുന്നത് കേരളത്തിൽ പച്ചക്കറി ഉൽപ്പാദനത്തിൽ CPM-ന് വലിയ പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നാണ്. ആദ്യമായിട്ടാണ് മാതൃഭൂമി CPM-നെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. കേരളത്തിൽ പച്ചക്കറി ഉൽപ്പാദനത്തിൽ വലിയ വർധനവുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നാണ്. ലോക്കൽ സെക്രട്ടറി PV വിനോദ് അധ്യക്ഷത വഹിച്ചു. TK സതീശൻ, PK മോഹനൻ, BC ശ്യാംകുമാർ, വിനീത പ്രദീപ്, KA ഉബൈസ്, VK ജോയ് എന്നിവർ സംസാരിച്ചു. അന്നമനട ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിലെ 250 കുടുംബങ്ങൾക്കാണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. വീടുകളിൽ തന്നെ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എൻ്റെ ഗ്രാമം പൂവത്തുംകടവ് വാർഡ് 17 വികസന സമിതിയുടെ നേതൃത്വത്തിൽ SSLC, +2, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിലെ സേവന പ്രവർത്തകരെയും ആദരിച്ചു. ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണ്ണ മെഡൽ നേടിയ ഷമീലുദ്ദീനും ചടങ്ങിൽ ആദരവ് ഏറ്റുവാങ്ങി. ആദരവ് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം CB ഷക്കീല ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം MM മുകേഷ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലിസ് തോമസ് മുഖ്യാതിഥിയായി. 2026 ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ 62 കിലോഗ്രാം വിഭാഗത്തിൽ ഇരട്ട സ്വർണ്ണ മെഡൽ നേടിയ ഷമീലുദ്ദീനും പ്രത്യേക ആദരവ് നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദ്രാപിന്നിയിൽ ശക്തമായ ഇടിമിന്നലിൽ പശുവും പശുക്കുട്ടിയും ചത്തു. മിന്നലാഘാതത്തിൽ മറ്റൊരു പശു കുഴഞ്ഞു വീണെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ ജീവൻ രക്ഷിക്കാനായി. കൊടകരയിൽ ഷിഗല്ല രോഗബാധയെ തുടർന്ന് 43കാരൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം. രോഗവ്യാപനം തടയുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമായി വിവിധ തീരുമാനങ്ങൾ. കയ്പമംഗലത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൊമ്മാന പൊതുമ്പുച്ചിറ പാടത്ത് വയോധികൻ ആണ് മരിച്ചത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.